മക്കളെ, നമ്മുടെ റീനീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില അപ്ഡേഷൻസും കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് NTA ഇതുവരെ ഒഫീഷ്യലായിട്ട് പറഞ്ഞതല്ല, പക്ഷെ എന്നാലും ശരി, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ സൈഡിൽ നിന്ന് 2-3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ അടച്ചേക്കുന്ന ഫീസ്, അത് ഓൾറെഡി NTA പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അടച്ചേക്കുന്ന ഫീസ് മൊത്തം റീഫണ്ട് ചെയ്യും. അപ്പോൾ നമ്മളിനി എഴുതാൻ പോകുന്ന എക്സാം 0 ഫീസിലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ 21 അത് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എക്സാം സിറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച്. ചിലപ്പോഴും കുട്ടികളൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ എക്സാം കഴിഞ്ഞ് അതിൻ്റെതായ രീതിയിൽ പോകുമായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാം സെൻറ്റേഴ്സിൽ ഉണ്ടായിരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1 വീക്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, ടൈം നമുക്ക് 2 മണി മുതൽ 5 മണി വരെ നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാം നടന്നുകൊണ്ടിരുന്ന സമയം ഇത് 5:15 വരേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 15 മിനിറ്റും കൂടെ കൂടുതൽ തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ എക്സാം സെന്റേഴ്സിൽ നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് വരുത്താം. അല്ലാതെ മുറയ്ക്ക് നമുക്ക് അവിടെ തന്നെയായിരിക്കും എക്സാം സെന്റർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജൂൺ 14 നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതായിരിക്കും. ജൂൺ 14 അഡ്മിറ്റ് കാർഡ് റിലീസ് ആവാൻ പോകുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യവും കൂടെ, നമ്മുടെ ഇപ്പോൾ പറഞ്ഞേക്കുന്ന യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സ്റ്റേറ്റ്സുമായിട്ട് സംസാരിച്ചിട്ട്, ഇവിടെയുള്ള CM ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി, അന്ന് ജൂൺ 21 നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു ഫൈനൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു കാര്യം കൂടെ ഉറപ്പായി കഴിഞ്ഞു, 2027 നീറ്റ് എൻട്രൻസ് എക്സാം CBT മോഡിൽ നടക്കാൻ പോവാണ്. അത് ഓഫ്ലൈൻ ആയിട്ട് നമ്മളിപ്പോൾ എഴുതുന്ന പോലെയുള്ള ഒരു എക്സാം ആയിരിക്കില്ല. ഓക്കെ മക്കളെ.